അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പം ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം. നമ്മൾ എന്താണ് സാധനങ്ങൾ കടമായിട്ട് വിൽക്കുന്നു. അപ്പം ഈ പറയുന്ന കണക്ക് തന്നെ അതിൻ്റെ തുക പിന്നീട് കിട്ടാതെ ഒരു സാഹചര്യം വരുന്നുണ്ട്. കണ്ടോ, തിരിച്ചെടുക്കാൻ പറ്റാത്ത പോർഷൻസാണ് ഓഫ് സൺട്രി ഡെറ്റേഴ്സ് ഈസ് ടേംഡ് ആസ് ബാഡ് ഡെറ്റ്. നമ്മുടെ നിന്ന് കടമായിട്ട് മേടിച്ച് പോയിട്ട് നമുക്ക് തിരിച്ച് കിട്ടാത്ത പോർഷൻ അതാണ് ബാഡ് ഡെറ്റ്. അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ഇങ്ങനെയാണ്: ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു സൺട്രി ഡെറ്റേഴ്സ്. ഓക്കെ, ഇനി ബാഡ് ഡെറ്റ് വീണ്ടും ഫർദർ ബാഡ് ഡെറ്റും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയാം, ഒരു 4 ഐറ്റം ഒരുമിച്ച് പറയാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്, കിട്ടാക്കടം വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കിക്കൊണ്ട് അതിലായിട്ട് കുറച്ച് തുക നീക്കി വെക്കുന്നു. നോക്കിക്കേ, അതിൻ്റെ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരേണ്ടത്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അക്കൗണ്ട്. അങ്ങനെയാണ് ജേണൽ എൻട്രി വരേണ്ടത്. ഇനി അടുത്തത് വരുന്ന ഐറ്റം എന്ന് പറയുന്നത്, ഓരോ ഐറ്റം എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇനി അടുത്തത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. എനിക്കതവിടെ നിൽക്കട്ടെ, ഇത്ര ഐറ്റം ആദ്യം എന്ന് പറയാം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാനൊരു ഇക്വേഷനായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതായത് ബാഡ് ഡെറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഓൾഡ് ബാഡ് ഡെറ്റ് ഉണ്ട്, ന്യൂ ബാഡ് ഡെറ്റ് ഉണ്ട്. ഈ ഓൾഡ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ തന്നിരിക്കും. അടുത്ത ന്യൂ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും തന്നിട്ടുണ്ടാകുക. അപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും ഓൾഡ് ബാഡ് ഡെറ്റ് ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ ഓൾഡ് ബാഡ് ഡെറ്റും ന്യൂ ബാഡ് ഡെറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിനൊരു ആൻസർ കിട്ടും. ആ ആൻസർ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ന്യൂ പ്രൊവിഷൻ കൂട്ടണം. അപ്പം ന്യൂ പ്രൊവിഷൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ, ഈ ന്യൂ പ്രൊവിഷനിൻ്റെ ശതമാനം എത്ര എന്നുള്ളതൊക്കെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കും. അതായത് ഇത്ര പെർസെൻറ്റേജ്, അതായത് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് കാണിച്ചു തരാം, ഇത്ര പെർസെൻറ്റേജോ എന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നോക്കുക, ഈ ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ഒരു 2-3 പ്രോബ്ലം കൂടി ഫ്രണ്ടിലോട്ടുള്ളത് പോയി കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ഫർദർ ബാഡ് ഡെപ്റ്റാണ്, ഇത് ന്യൂ ബാഡ് ഡെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡിപ്രീസിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻഷുറൻസും 1/5 ഓഫ് ദ കമ്മീഷനൊക്കെയാണ് പറയുന്നത്. ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് 1000 ആസ് ബാഡ് ഡെപ്റ്റ്, അതായത് 1000 രൂപ ബാഡ് ഡെപ്റ്റ്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് ആയതുകൊണ്ട് ഇത് ന്യൂ ബാഡ് ഡെപ്റ്റാണ്. ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 5% ആണ് സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്ററിൻ്റെ, അതായത് സൺട്രി ഡെപ്റ്ററിൻ്റെ എമൗണ്ട് ഇതാണ് 40,000 രൂപ. ഈ 40,000 രൂപയുടെ 5% ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കി, ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിലും ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ട്രയൽ ബാലൻസ് ചോദ്യത്തിൻ്റെ ഭാഗമായ ട്രയൽ ബാലൻസിന് 1,500 രൂപ എന്ത് തന്നിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ട്രയൽ ബാലൻസിനുള്ള ഓൾഡ് ബാഡ് ഡെപ്റ്റും അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളത് ന്യൂ ബാഡ് ഡെപ്റ്റും ഉണ്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഇക്വേഷൻ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇതുണ്ടോ, നമ്മൾ ഇക്വേഷന് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരെണ്ണം ഇട്ടതേക്കുന്നതാണ്. ഓൾഡ് ബാഡ് ഡെപ്റ്റ് പ്ലസ് ന്യൂ ബാഡ് ഡെപ്റ്റ്, അത് ആൻസർ കിട്ടും. അതിൻ്റെ കൂടുതൽ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യണം. ഈ ന്യൂ പ്രൊവിഷന് നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും, അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണും. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എന്ത് ചെയ്യണം, ഓൾഡ് പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഓൾഡ് പ്രൊവിഷൻ എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാകണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഈ കിട്ടുന്ന ആൻസറിൽ നിന്ന് കുറയ്ക്കണം. ആ കിട്ടുന്ന ഫൈനൽ ആൻസറാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റ് എന്നും പറഞ്ഞ് എഴുതേണ്ടത്. ഇനി ഓൾഡ് പ്രൊവിഷൻ എവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും, ട്രയൽ ബാലൻസിൽ. ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രയൽ ബാലൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് വരുന്ന ട്രയൽ ബാലൻസിൽ
ഓൾഡ് പ്രൊവിഷൻ എത്ര എന്നുള്ളത് തന്നിട്ടുണ്ടാവും. ചില കുട്ടികൾക്കൊരു ഡൗട്ട് വരും, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇക്വേഷനൊക്കെ പഠിച്ചു വെച്ചിട്ട് ഏറ്റവും അവസാനം വരുമ്പം ഇതെല്ലാം ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓൾഡ് ബാഡ് ഡെപ്റ്റ് ഇല്ലെങ്കിൽ അത് ചേർക്കണ്ട, ന്യൂ ബാഡ് ഡെപ്റ്റിൻ്റെ കൂട്ടത്തിൽ ന്യൂ പ്രൊവിഷൻ അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇനി ചിലർ ചോദിക്കും ഓൾഡ് പ്രൊവിഷനിൽ എന്ത് ചെയ്യും? ഓൾഡ് പ്രൊവിഷനിൽ ഒരു കുഴപ്പമില്ല, ഇത് കുറയ്ക്കണ്ട. ഈ ഒരു ആൻസർ ഉണ്ടല്ലോ, ഈ ഒരു ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതിയാവും. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം 249 പേജിലുള്ള പ്രോബ്ലത്തിൻ്റെ അകത്ത് നോക്കിക്കേ. ഇവിടെ നമുക്ക് എങ്ങനെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഇവിടെ ന്യൂ ബാഡ് ഡെപ്റ്റും ഉണ്ട്, ഓൾഡ് ബാഡ് ഡെപ്റ്റും ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നോക്കുക, ഈ സൺട്രി ഡെപ്റ്റർമേലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ന്യൂ പ്രൊവിഷൻ കണ്ടുപിടിക്കണ്ടേ. അപ്പം നമുക്ക് ചുമ്മാ അങ്ങ് കണ്ടുപിടിക്കാൻ പറ്റിയല്ല. ആദ്യം ഈ 40,000 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 40,000 നിന്ന് നമ്മൾ ഇപ്പോൾ ക്ലിയറാണോ? ഓക്കെ, ഇപ്പോൾ ക്ലിയറാണ്. ഇതിൽ ശ്രദ്ധിക്കുക, ഈ 40,000 നിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ന്യൂ ബാഡ് ഡെപ്റ്റ് കുറയ്ക്കണം. ന്യൂ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. 1000 രൂപ കുറച്ച് കഴിയുമ്പം 39,000 രൂപ വരും. ഈ 39,000 രൂപയുടെ 5% എന്ത് കണ്ടുപിടിക്കാവുള്ളൂ? ന്യൂ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കണ്ടുപിടിക്കാവുള്ളൂ. അതല്ലാതെ ഇവിടെ 5% കണ്ടെത്താൻ പറഞ്ഞു, സൺട്രി ഡെപ്റ്റർമേലാണ് കണ്ടെത്താൻ പറഞ്ഞേ. സൺട്രി ഡെപ്റ്ററിൻ്റെ എമൗണ്ട് 40,000 ആണ്. 40,000 × 5/100 അങ്ങനെ ചെയ്യാമെന്ന് കരുതല്ല. എന്താണ് ചെയ്യേണ്ടത്? 40,000 നിന്ന് 1000 കുറയ്ക്കണം. അപ്പോൾ ആൻസർ 39,000. അങ്ങനെ ന്യൂ ബാഡ് ഡെപ്റ്റ് കുറച്ചതിന് ശേഷമാണ് 5% നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ഇക്വേഷനിൽ ആഡ് ന്യൂ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതേണ്ടത്.